നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇന്റിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഇന്റിജേഴ്സ് എന്താന്ന് പഠിച്ചു. ഇന്റിജേഴ്സിന്റെ അഡിഷൻ പഠിച്ചു, അഡിഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പിന്നെ സബ്ട്രാക്ഷൻ പഠിച്ചു, സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്, ഡിവിഷൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇതൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എങ്ങനെ വന്നാലും, എങ്ങനെ ഇന്റിജേഴ്സ് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ വന്നാലും നിങ്ങൾക്ക് അറിയില്ലേ? ചെയ്തോണ്ടിരിക്കുമ്പോ കുറച്ച് എളുപ്പ വഴികളൊക്കെ കിട്ടും നിങ്ങൾക്ക്. ചെയ്ത് ശീലായാല് ഫസ്റ്റ് ടൈം അല്ലേ നിങ്ങൾ ഇന്റിജേഴ്സ് പഠിക്കുന്നേ, അല്ലേ? അപ്പോ ചെയ്ത് ശീലാവുമ്പോ ഇന്റിജേഴ്സ് പെട്ടെന്ന് ചെയ്യാൻ കുറച്ച് എളുപ്പവഴികൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. അതിപ്പോ ചിലപ്പോ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. കാരണം ഞാൻ ചെയ്യുമ്പോ എനിക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യുമ്പോ ഓരോ എളുപ്പ വഴികൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. അതിനെന്ത് വേണം? ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം. ഈ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലംസ് ഇല്ലേ, കുറെ പ്രോബ്ലംസ് ഉണ്ടല്ലോ, എക്സസൈസ് എന്നിട്ട് കുറെ കൊടുത്തിട്ടില്ലേ, അതെല്ലാം ഡെയിലി ചെയ്ത് നോക്കണം. ചെയ്ത് ശീലമായാലും മാത്രമേ ഇന്റിജേഴ്സ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ, അതായത് 8th-ലും 10th-ലും 9th-ലും +1 +2 സയൻസ് ആണെങ്കിലൊക്കെ, സയൻസ് അല്ല ഏതാണെങ്കിലും, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഏതാണെങ്കിലും ഇന്റിജേഴ്സ് മസ്റ്റ് ആണ്. ഇന്റിജേഴ്സിനെ കുറിച്ച് തെറോ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഇതിന്റെ ബേസ് ആണ് നിങ്ങളിപ്പോ പഠിച്ചത്. ബേസ് തെറോ ആയിട്ട് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മേലോട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, വീട് കെട്ടുമ്പോ തറ ശരിയായില്ലെങ്കിൽ വീട് ശരിയാവില്ല എന്ന് പറയില്ലേ? അതുപോലെ തന്നെ ബേസ് കറക്റ്റ് ആയിട്ട് ഉറച്ചു നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്റിജേഴ്സ് എല്ലാ കാലത്തും നിങ്ങൾക്ക് മാത്സിൽ വേണ്ടതാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും തെറോ ആയിട്ട് പഠിക്കാം. ഇതിനകത്ത് പേജ് നമ്പർ 21-ലെ എക്സസൈസ് 1C ഇല്ലേ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. സെക്കൻഡും തേർഡും നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇനി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം. ഇത്രയും നേരം നമ്മളിങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് എല്ലാ പ്രോബ്ലവും ചെയ്തല്ലേ പോയേ. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം, കാരണം ചാപ്റ്റേഴ്സ് അത്രയും തീരാനില്ലേ. മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിലെ സെക്കൻഡും തേർഡും നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഹോംവർക്ക് ആയിട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? എക്സസൈസ് 1C-യിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ദ ഫോളോയിങ്. അതിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 21 - 12 divided by 3 into 2. Second one, 20 plus 8 divided by 4 minus 2 into 3. Third one, minus 20 into -1 plus minus 28 divided by 7. Fourth one, -1 plus -8 divided by -4 minus 2 into -2. അതിന് തൊട്ട് താഴെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടോ? ഹിന്റ്, ഫോളോ ദ ഓർഡർ D mass where D stands for division, M for multiplication, A for addition and S for subtraction. മിസ് മുന്നേ ഒരു ബോർഡ് മാസിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? കുറെ പ്രോസസ് ഒന്നിച്ചു വരുന്ന സമയത്ത്, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്ട്രാക്ഷനും അഡീഷനും ഒന്നിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം ചെയ്യാൻ പാടില്ല. നമുക്കിപ്പം അഡീഷൻ ആണ് ഇഷ്ടം, അപ്പൊ നമുക്ക് ആദ്യം അഡീഷൻ ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇഷ്ടം, അതുകൊണ്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട്.
That is BODMAS. BODMAS, BODMAS. That means B stands for bracket. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ that should do first. അത് നമ്മൾ ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിനകത്ത് കൊടുത്തത് ഇപ്പൊ ഇവിടെ -20 എന്നുള്ളതിന് കൊടുത്ത ബ്രാക്കറ്റ് അല്ല മിസ് ഉദ്ദേശിച്ചത്. ഒരു എൻറ്റയർ പ്രോസസ് തന്നെ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. പിന്നെ O stands for ഓഫ്. ഈ ബ്രാക്കറ്റിന്റെ വേറൊരു രൂപമാണ് ഓഫ് എന്ന് പറയുന്നത്. 2 of 4 അല്ലെങ്കിൽ 4 of 10 അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 4/10 2/4 അങ്ങനെ വരുന്നത്. ആ ഓഫ് എന്നുള്ളത് ആദ്യം രണ്ടാമത് ചെയ്യാം. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല. ഓഫ് എന്നുള്ളത് രണ്ടാമത് ചെയ്യാം. പിന്നെ വരുന്നത് ഡി, BOD. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. അപ്പൊ ഈ 4 പ്രോസസ്സിൽ, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 എണ്ണത്തില് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഡിവിഷൻ. 2 നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു സിംഗിൾ ക്വസ്റ്റ്യനകത്ത് ഇതെല്ലാം വരുമ്പോ ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യണം? എം, മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ ചെയ്തതിന് ശേഷം അതിൽ മൾട്ടിപ്ലിക്കേഷൻ എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കാം. That should do next. ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം? അഡീഷൻ. ഏറ്റവും ലാസ്റ്റ് മാത്രമേ സബ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഈ ഓർഡറിൽ വേണം നമ്മൾ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാൻ. ഈ ഓർഡറിൽ വേണം നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാൻ. ഒരു സിംഗിൾ പ്രോബ്ലത്തിനകത്ത് ഈ എല്ലാ പ്രോസസ്സും വരുന്നുണ്ടെങ്കിൽ ഈ ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 21 minus 12 divided by 3 into 2. ഇതല്ലേ ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ? അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഓർഡർ എന്താ? DMAS. മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. DMAS. അപ്പൊ ഇതില് ഫസ്റ്റ് നമ്മൾ ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 12 divided by 3 ആണ് ഡിവിഷൻ വരുന്നത്. അപ്പോ 21 minus 12 divided by 3 എത്രയാ? 12 by 3 4. 12 by 3 4. Then into 2. ലാസ്റ്റത്തെ മൾട്ടിപ്ലിക്കേഷൻ into 2 അതേപോലെ തന്നെ എഴുതാം. ഈ 4 കിട്ടിയത് എങ്ങനെയാ? 12 divided by 3. അതിന്റെ ആൻസർ ആണ് 4. അപ്പൊ ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. 21 minus ഈ 12 divided by 3 4 into 2. ഇനി എന്ത് ചെയ്യണം? ഇവിടെ സബ്ട്രാക്ഷനും വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്. നമ്മുടെ ഓർഡർ വെച്ച് നോക്കിയാല് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എം, മൾട്ടിപ്ലിക്കേഷനാ ചെയ്യണ്ടേ അല്ലേ? അപ്പോ 21 minus 4 into 2, 4 into 2 8. അപ്പൊ എത്ര ആൻസർ കിട്ടും? 21 minus 8 എത്രയാ? 13. That is the answer. ഇപ്പൊ നിങ്ങൾ ഇതേ ക്രമത്തിലാണ് ചെയ്യുന്നത് വിചാരിച്ചോ. 21 minus 12 എത്ര? 21 minus 12 9. 9 divided by 3. 9 divided by 3 3. 3 into 2 6. 6 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടാം. അത് തെറ്റാണ്.
അപ്പൊ നമ്മൾ ഡിമാസ് എന്നുള്ള ഈ ഒരു ഓർഡർ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ആയ 13 കിട്ടും. അല്ലാതെ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഓർഡറിൽ ഒരിക്കലും ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ 13. ഇത് എഴുതിയെടുക്കുന്നോ വേഗം? മിസ് എഴുതുമ്പോ തന്നെ നോട്ടിൽ എഴുതിക്കോ. എന്നാ അതിന് വേറെ സമയം കളയണ്ടല്ലോ. കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 20 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇൻറ്റു 3. ഇവിടെ 4 എണ്ണവും വരുന്നുണ്ട്. അഡീഷൻ വരുന്നുണ്ട്, സബ്ട്രാക്ഷൻ വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഡിവിഷനും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ഓർഡർ ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡിവിഷൻ ചെയ്യാം. 20 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 4 2. 8 by 4 2. Then minus 2 into 3. Into 3. Into 3. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്തതിന് ശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 20 plus 2 minus 2 into 3. 2 into 3 6. Then multiplication കഴിഞ്ഞ ശേഷം അഡിഷൻ ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യാനുള്ളത് 20യും 2 ആണ്. 20 plus 2 22. പിന്നെ ബാക്കി വരുന്നത് minus 6. 22 minus 6. Answer will be 16. 16. Okay. എഴുതിയെടുത്തോ വേഗം. മിസ് ഫുൾ എഴുതണോ? ആ ഫുൾ ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതിക്കോ. എന്നാലും നിങ്ങൾക്ക് അത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവുള്ളൂ. മിസ് കഴിഞ്ഞു. കഴിഞ്ഞോ? എല്ലാരും എഴുതിയെടുത്തോ? ഓക്കെ. കഴിഞ്ഞു മിസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ. -20 into -1 plus -28 divided by 7. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ എഴുതാം. -20 into -1 plus
മൈനസ് 28 ഡിവൈഡഡ് ബൈ 7 എത്രയാ? പ്ലസും മൈനസും, അതായത് ഓപ്പോസിറ്റ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. 28 ഡിവൈഡഡ് ബൈ 7 4. അപ്പൊ ആൻസർ മൈനസ് 4. മൈനസ് 28 ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു മൈനസ് 4. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ ചേഞ്ച് ആയി? മൈനസ് 20 ഇൻറ്റു മൈനസ് 1 പ്ലസ് മൈനസ് 4. ഇനി ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൈനസ് 20 ഇൻറ്റു മൈനസ് 1 എത്രയാ? മൈനസ് ഇൻറ്റു മൈനസ്, അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. ആൻസർ എന്തായിരിക്കും? മൈനസ് 20 ഇൻറ്റു മൈനസ് 1 1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ മൾട്ടിപ്ലിക്കേഷനിൽ? പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 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 Okay, answer is positive. And 20 into 1 20. അപ്പൊ മൈനസ് 20 into മൈനസ് 1 എന്ന് പറയുന്നത് 20. അവിടെ വരുന്ന ബാക്കി വരുന്നത് മൈനസ് 4. 20 പ്ലസ് മൈനസ് 4. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ആൻസറിന്റെ ഒരു സ്റ്റെപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ 20 പ്ലസ് മൈനസ് 4 എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്ത് ആഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? ആണോ? ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇവിടെ ഒരു പ്ലസും ഉണ്ട്, 4ന്റെ കൂടെ ഒരു മൈനസും ഉണ്ട്. That can be changed into 20 minus 4. 20 plus 20 യോട് നമ്മൾ മൈനസ് 4 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് 20ന്ന് 4 മൈനസ് ചെയ്യുന്നു എന്നാ മീനിങ്. ശരിക്കും ഇവിടെ 20 യോട് നമ്മൾ മൈനസ് 4 ആഡ് ചെയ്യല്ല ചെയ്യുന്നേ അല്ലേ? അങ്ങനെ ചെയ്യുന്നതിന് പകരം 20ന്ന് 4 മൈനസ് ചെയ്തു. ഇവിടെ പ്ലസും മൈനസും അടുത്തടുത്ത് വരുന്നതുകൊണ്ട് അത് മൈനസ് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ എത്ര? 20 മൈനസ് 4 16. ആൻസർ ഈസ് 16. എഴുതി കഴിഞ്ഞോ? തേർഡ് വൺ എഴുതി കഴിഞ്ഞു മിസ്. എല്ലാരും കഴിഞ്ഞോ? Okay. Fourth question, minus 1 plus minus 8 divided by minus 4 minus 2 into minus 2. കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലേ? കുറെ മൈനസും ഒരു ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും പ്ലസും. ഒന്നുമില്ല, ഒന്നും പഠിക്കാനില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം.
ഇവിടെ ഡിവിഷൻ ചെയ്യാനുള്ള ഡിവൈഡ് ചെയ്യാനുള്ള ഏതൊക്കെയാ -8 ഡിവൈഡഡ് ബൈ -4 അല്ലേ? അപ്പൊ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഇതാ -1 പ്ലസ് -8 ഡിവൈഡഡ് ബൈ -4 എത്രയായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ രണ്ട് ഈക്വൽസ് രണ്ട് സെയിം സൈനുള്ള ഇന്റിജേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ the quotient will be positive. Then -8 divided by -4 എന്ന് പറയുന്നത് 8 divided by 4 4. 2. -1 plus 2. Then ബാക്കിയുള്ള -2 into minus എന്നിട്ടും ശരിയായില്ല. കുറെ മൈനസും കുറെ ടൂവും ഒരു ഇൻറ്റുവും ഒക്കെ കാണുന്നുണ്ട് അല്ലേ? ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. -1 ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് -2 into -2. Then -1 plus 2. -2 into -2 എത്രയായിരിക്കും? മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് +4. ഇനി നമുക്ക് ചെയ്യാലോ -1 plus 2 plus 4. -1 plus 2 plus 4 6 plus 6 that is equal to 5. ഇത്രയും നീളത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തൊക്കെയാ അതിൽ ചെയ്യാനുള്ളത് നോക്കാം. എന്നിട്ട് അതിൽ ആദ്യം ഡിവിഷൻ ചെയ്യാം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, പിന്നെ അഡിഷൻ ചെയ്യാം, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യാം. കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഈ ബ്രാക്കറ്റ് നമ്മുടെ ബോർഡ് മാസിനകത്തുള്ള ബ്രാക്കറ്റ് അല്ല കേട്ടോ. ഈ ബ്രാക്കറ്റ് കൊടുത്തില്ലേ, ഈ -1 ബ്രാക്കറ്റ് കൊടുത്തത്, അത് ബോർഡ് മാസിനകത്തുള്ള ബ്രാക്കറ്റ് അല്ല. അത് ആ -1 എന്നുള്ള നമ്പർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ബ്രാക്കറ്റാണ്. ഓക്കെ, ഇപ്പൊ ഇത് എഴുതിയെടുത്തോ? എഴുതിയെടുത്തില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 5th one. Write 5 pairs of integers a, b such that a divided by b is equal to -3. What is the question? a, b എന്ന് പറയുന്ന രണ്ട് ഇന്റിജേഴ്സ്, അതിന്റെ 5 pairs വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കണം ആ വാല്യൂസ്? a divided by b is equal to -3. a നെ b കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഷുഡ് ബി -3. -3 ആൻസർ കിട്ടുന്ന 5 pairs of integers. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. One such pair is -12 4. a ന്റെ വാല്യൂ -12 ഉം b ന്റെ വാല്യൂ 4 ഉം ആണെങ്കിൽ a by b that is -12 divided by 4 is equal to -3 ആയിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പേഴ്സ് നമ്മൾ എങ്ങനെ എഴുതും? -3 ആയിരിക്കണം ആൻസർ. അപ്പോ കോഷ്യന്റ് -3 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതില് രണ്ട് ഇന്റിജേഴ്സിൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആയിരിക്കും. കോഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്. ഇവിടെ തന്നിരിക്കുന്ന കോഷ്യന്റ് മൈനസ് ആണല്ലോ, അപ്പോ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഷ്യന്റ് 3 വരുന്ന നമ്പേഴ്സ്. ഒന്ന് 12 ഉം 4 ഉം. 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാല് 3 ആണ്. പിന്നെ ഏതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം? ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നത്
15 ഉം 5 ഉം 15 divided by 5 എന്ന് പറയുന്നത് 3 അല്ലേ? അല്ലേ? Yes, miss. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. Such that A divided by B is equal to -3. A divided by B is equal to -3 വരുന്ന എന്റെയും ബിന്റെയും വാല്യൂസ് 5 pairs of values കണ്ടുപിടിക്കണം. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, -12 ഉം 4 ഉം. അപ്പൊ എങ്ങനെ വരും? -12 divided by 4 is equal to -3. ഇനി വേറൊരു പെയർ 15 ഉം -3 ഉം. 15 ഉം -3 ഉം സോറി -5 ഉം. 15 ഉം -5 ഉം ആയാല് ഇവിടെ കോഷ്യന്റ് മൈനസ് ആയതുകൊണ്ട് രണ്ട് നമ്പേഴ്സിൽ, രണ്ട് ഇന്റിജേഴ്സിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം. അത് ആദ്യത്തേത് പോസിറ്റീവ് ആദ്യത്തെ നെഗറ്റീവ് അങ്ങനെ ആവണമെന്നില്ല. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. ഇപ്പൊ ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് മാറ്റി എഴുതാം. 12 ഉം -4 ഉം. ഇവിടെ -12 ഉം 4 ഉം തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ 12 ഉം -4 ഉം അത് രണ്ട് ഡിഫറെന്റ് ഇന്റിജേഴ്സ് അല്ലേ? ഇവിടെ 15 ഉം -5 ഉം നോക്കിയാൽ 15 divided by -5 is equal to എത്രയാ? -3. 15 divided by 5 3. പോസിറ്റീവും നെഗറ്റീവും ആയതുകൊണ്ട് ആൻസർ is മൈനസ്. വേറൊരു പേര് പറഞ്ഞേ, ആരാ പറയുന്നേ? ദിയക്ക് പറയാൻ പറ്റുമോ? ആനിന് പറയാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യുമ്പോൾ -3 കിട്ടുന്ന ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ്. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കുക. അതിലൊന്ന് പോസിറ്റീവും പറയാം ഒന്ന് നെഗറ്റീവും പറയാം. Miss, -9 into 9 divided by 3. -9 ഉം 3 ഉം. 3. ഓക്കെ, അപ്പൊ -9 divided by 3 എത്ര കിട്ടും? -3. 3. ഇനി ഷോൺ പറയാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഒരു പേർ? എത്രയുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താല് 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഓപ്പോസിറ്റ് എടുത്ത് നോക്കിയാൽ മതി. അതായത് 3ന്റെ ടേബിൾ എടുത്ത് നോക്കിയാല് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിവൈഡ് ചെയ്താൽ പോരെ? Miss 6. 339. Miss 6 and 9. 6 ഉം Miss 6 and 9. 9. 6 and 9 എങ്ങനെ വരൂടാ? 9 ഉം 6 ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫ്രാക്ഷൻ വരില്ലേ? 6 ഉം 2 ഉം ചെയ്യാം. Miss 5. 6 ഉം -2. കാരണം നമുക്ക് കോഷ്യന്റ് മൈനസ് കിട്ടണം. അപ്പൊ ഏതെങ്കിലും ഒന്ന് മൈനസ് ആയിരിക്കണം. 6 ഉം -2 ആയാല്
6 divided by minus 2 is equal to minus 3. 6 divided by 2 3 ആണ്. അപ്പൊ ഇതിൽ ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം നിങ്ങൾക്ക് ടപ്പേ 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 എന്ന് പറയാൻ പറ്റും. യും -1 6 -2 പറഞ്ഞു. ഇനി 9 ഉം 3 പറഞ്ഞു, 12 4 പറഞ്ഞു, 15 5 പറഞ്ഞു. ഇനി 18 -6, 21 -7, -24 8, -27 9, 30 -10. ഇതൊക്കെ 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നേരെ തിരിച്ചെഴുതിയതല്ലേ. ഇനി ഇതേ ഇത് തന്നെ സൈൻ ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതാം. ഇതിപ്പോ 15 -5 പറഞ്ഞു, അതേപോലെ -15 5 പറയാം. -9 ഉം 3 പറഞ്ഞു, അതേപോലെ 9 ഉം -3 പറയാം. 6 ഉം -2, അതുപോലെ -6 2, 3 -1, അതുപോലെ -3 1. ഇതിന്റെ സൈൻ ഓപ്പോസിറ്റ് സൈൻസ് നേരെ തിരിച്ചിട്ട് പറഞ്ഞാല് വേറെ കുറെ പേഴ്സ് കിട്ടും. ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഡിവൈഡ് ചെയ്യുമ്പോൾ -3 കിട്ടുന്ന രണ്ട് ഇൻഡിജേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ അടുത്ത പേജിൽ 22, പേജ് നമ്പർ 22 ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമോ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട്? ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇൻ എ ക്ലാസ് ടെസ്റ്റ് 5 marks are given for each correct answer and -2 for each incorrect answer. Aryav answered all questions and scored 30 marks. Though he got 10 correct answers, find the number of questions Aryav answered incorrectly. Same question example ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 20 എക്സാമ്പിൾ 24. അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, ആൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ ബൈ. Bye.